ഹായ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷനുള്ള ഒരു വാക്കാണ്. ഒരു ഓർഡിനറി വേർബായിട്ട് ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഒരു സെമി മോഡൽ വേർബായിട്ടും ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഉപയോഗത്തിൽ ഒരു കൺഫ്യൂഷൻ വരുന്നതും. ഇത് ഒരു റിക്വസ്റ്റഡ് ടോപ്പിക് ആണ്. ഇനി ആ വേർഡ് എന്താണ് എന്നല്ലേ? ഡെയർ. ഡെയർ എന്ന വാക്ക് നമുക്ക് ഒരു മെയിൻ വേർബായിട്ട്, ഒരു ഓർഡിനറി വേർബ് അതുപോലെ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ പ്ലേ എന്ന് പറയില്ലേ? പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കുക, റൺ ഓടുക, വാക്ക് നടക്കുക. ഇതേപോലെ ഒരു ഓർഡിനറി വേർബ് പോലെ ഡെയർ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇതൊരു സെമി മോഡൽ വേർബായിട്ടും ഉപയോഗിക്കാം. സെമി മോഡൽ വേർബ്, മോഡൽ വേർബ്സ് നമുക്കറിയാം. ക്യാൻ, കുഡ്, മേ, മൈറ്റ്, ഷാൽ, ഷുഡ്, ഇതൊക്കെ അത് ഉപയോഗിക്കുന്നത് പോലെ നമുക്ക് ഇതുപയോഗിക്കാം. ഇത് ഒരു റിക്വസ്റ്റഡ് ടോപ്പിക് ആണ്, ശ്രദ്ധിക്കുക. ആദ്യം നമുക്ക് ഒരു ഓർഡിനറി വേർബ് പോലെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓർഡിനറി വേർബ് എന്ന് പറയുമ്പോൾ ഡെയർ എന്നതിന് ഒരു മീനിങ്, ഓർഡിനറി വേർബ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഒരു മീനിങ് ചലഞ്ച് ചെയ്യുക, വെല്ലുവിളിക്കുക എന്നാണ്. ഓർഡിനറി വേർബ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സെൻറ്റൻസിൽ മെയിൻ വേർബായിട്ട് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, പ്ലേ നമ്മൾ ഉപയോഗിക്കില്ലേ? പ്ലേ ഉപയോഗിക്കുന്നത് ഐ പ്ലേ ഫുട്ബോൾ. അങ്ങനെ ഒരു മെയിൻ വേർബായിട്ട് ഒരു സെൻറ്റൻസിൽ നമുക്ക് ഡെയർ ഉപയോഗിക്കാം. ഐ ഡെയർ യു ടു ഹോൾഡ് ദിസ് സ്നേക്ക്. ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു. എന്തിനാ? ടു ഹോൾഡ് ദിസ് സ്നേക്ക്. ഈ സ്നേക്കിനെ ഒന്ന് പിടിക്കാൻ, ഹോൾഡ് ചെയ്യാൻ. ഐ ഡെയർ യു ടു ഹോൾഡ്. ടു ഹോൾഡ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഒരു ടു ഇൻഫിനിറ്റീവ് ആണ്. അപ്പോൾ ഇതുപോലെ വെല്ലുവിളിക്കുക എന്ന അർത്ഥത്തിൽ ഒരു ഓർഡിനറി വേർബായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ടു ഇൻഫിനിറ്റീവ് ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ടു ഹോൾഡ്. ഐ ഡെയർ യു ടു ടച്ച് മീ. എന്നെ ഒന്ന് തൊടാൻ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. ഐ ഡെയർ യു ടു ടച്ച്. അവിടെ ടു ഇൻഫിനിറ്റീവ് ആണ് യൂസ് ചെയ്തത്. ഇനി ഓർഡിനറി വേർബ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഒരു മീനിങ് വെല്ലുവിളിക്കുക എന്നാണ്. വേറൊരു മീനിങ് കൂടിയുണ്ട്. അത് ധൈര്യപ്പെടുക. ധൈര്യമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ ധൈര്യം വേണം, ഇല്ലേ? അപ്പോൾ ധൈര്യപ്പെടുക എന്നൊരു മീനിങ് കൂടി ഉണ്ട്. ടു ബി ബ്രേവ് ഇനഫ് ടു ഡു സംതിങ്. ഒരു കാര്യം ചെയ്യാനായിട്ട് ധൈര്യപ്പെടുക. അങ്ങനെയുള്ള അർത്ഥത്തിലും ഇതിന് ഒരു ഓർഡിനറി വേർബ് പോലെ ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വിത്ത് ഓർ വിത്തൗട്ട് ടു ഉപയോഗിക്കാം. നമുക്ക് വേണമെങ്കിൽ ടു ഉപയോഗിക്കാം. എക്സാമ്പിൾ, ഐ ഡെയർ ടു ഗോ ദർ. ഐ ഡെയർ ടു ഗോ ദർ. ഞാൻ അവിടെ പോകാൻ ധൈര്യപ്പെടുന്നു. ഡെയർ ടു ഗോ ദർ. ഇനി ഐ ആയതുകൊണ്ടാണ് ഡെയർ ഉപയോഗിച്ചത്. ഹി ആയിരുന്നെങ്കിലോ? ഹി ഡെയർസ് ടു ഗോ ദർ. ഷീ ഡെയർസ് ടു ഗോ ദർ. അപ്പോൾ സബ്ജക്റ്റ് അനുസരിച്ച് ഇതൊരു മെയിൻ വേർബായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സബ്ജക്റ്റ് അനുസരിച്ച് ആ വേർബിൽ അതിനനുസരിച്ച് ചേഞ്ച് വരുത്തണം. അതുകൊണ്ടാണ് എസ് ചേർത്തത്, ഡെയേഴ്സ് എന്നാക്കിയത്. അപ്പോൾ പ്രസൻറ്റ് ടെൻസിൽ ഡെയർ ആണ്. പാസ്റ്റ് ടെൻസ് വരുമ്പോൾ ഡെയേഡ്, സാധാരണ വേർബ് പോലെ തന്നെ ഡെയേഡ് ആവും, V2 ഫോം. അതുപോലെ തന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഡെയേഡ് എന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് പ്രസൻറ്റ് ടെൻസിലും പാസ്റ്റ് ടെൻസിലും പെർഫെക്റ്റ് ടെൻസിലും ഒക്കെ ഉപയോഗിക്കാം. ഹി ഡെയർഡ് ടു ഗോ ദർ എന്ന് പറഞ്ഞാൽ അവൻ അവിടെ പോകാൻ ധൈര്യപ്പെട്ടു എന്നായി. ഇതൊക്കെ പോസിറ്റീവ് സെൻറ്റൻസസ് അല്ലെങ്കിൽ അഫർമേറ്റീവ് സെൻറ്റൻസസ് ആണ്. ഇനി ഇതിൻ്റെ നെഗറ്റീവ് ഫോം ആണെങ്കിലോ? ഐ ഡോണ്ട് ഡെയർ ടു ഗോ ദർ. ഡോണ്ട് ഡെയർ എന്നായി. ഐ ഡോണ്ട് ഡെയർ ടു ഗോ ദർ. ഞാനവിടെ പോകാൻ ധൈര്യപ്പെടാറില്ല. ഹി ഡസൻറ്റ് ഡെയർ ടു ഗോ ദർ. അവൻ അവിടെ പോകാൻ ധൈര്യപ്പെടാറില്ല. നോ വൺ ഡെയർസ് ടു ഗോ ദർ. ആരും അവിടെ പോകാൻ ധൈര്യപ്പെടാറില്ല. നോക്കൂ, സാധാരണ വേർബ് പോലെ തന്നെ ഡോണ്ട് ഡെയർ, അത് ഡസൻറ്റ് ഡെയർ എന്നൊക്കെ ഉപയോഗിച്ചത്. കാരണം സബ്ജക്റ്റ് അനുസരിച്ച് നമുക്ക് ഡോണ്ട് അല്ലെങ്കിൽ ഡസൻറ്റ് ഉപയോഗിക്കണം. ഹി ഡിഡിൻറ്റ് ഡെയർ ടു ഗോ ദർ. അവൻ അവിടെ പോകാൻ ധൈര്യപ്പെട്ടില്ല. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെ വരും നോക്കാം. ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടാക്കുന്നത് അത് നോക്കാം. ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസസ്. ഡസ് എനിവൺ ഡെയർ ടു ഗോ ദർ? അവിടെ ആരെങ്കിലും പോകാൻ ധൈര്യപ്പെടാറുണ്ടോ? Does anyone dare to go there?
ഡസ് ഉപയോഗിച്ചത് എനിവൺ എന്നത് സിംഗുലർ ആയതുകൊണ്ടാണ്. ഡസ് ഹി ഡെയർ ടു ഗോ ദർ? അവൻ അവിടെ പോകാൻ ധൈര്യപ്പെടാറുണ്ടോ? ഇനി നെഗറ്റീവ് ഇൻ്ററോഗേറ്റീവ്സ് ഉണ്ടല്ലോ, നെഗറ്റീവ് ഫോമിൽ തന്നെ ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസസ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അവൻ അവിടെ പോകാൻ ധൈര്യപ്പെടാറില്ലേ എന്നാണെങ്കിലോ? ഡസൻറ്റ് ഹി ഡെയർ ടു ഗോ ദർ? ഡസൻറ്റ് ഹി ഡെയർ ടു ഗോ ദർ? അവൻ അവിടെ പോകാൻ ധൈര്യപ്പെടാറില്ലേ എന്നായി. അപ്പോൾ ഇങ്ങനെയാണ് മെയിൻ വേർബായിട്ട് ഒരു ഓർഡിനറി വേർബ് പോലെ ഡെയർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് മെയിൻ വേർബ് പോലെ സബ്ജക്റ്റ് അനുസരിച്ച് മാറ്റി ചേഞ്ചസ് വരുത്തി ഒക്കെ ഉപയോഗിക്കണം. ഇനി എങ്ങനെയാണ് സെമി മോഡൽ വേർബായിട്ട് ഡെയർ ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അത് നെഗറ്റീവ് സെൻറ്റൻസസിലും ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസസിലും ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ അത് ഇവിടെ ടു ഇൻഫിനിറ്റീവ് അല്ല വേണ്ടത്, ബെയർ ഇൻഫിനിറ്റീവ് ആണ്. എന്താണ് ബെയർ ഇൻഫിനിറ്റീവ്? ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ്. ഫോർ എക്സാമ്പിൾ ടു പ്ലേ എന്ന് പറയുമ്പോൾ അത് ടു ഇൻഫിനിറ്റീവ് ആണ്. പ്ലേ എന്ന് മാത്രം പറഞ്ഞാൽ ടു ഇല്ല, അപ്പോൾ ബെയർ ഇൻഫിനിറ്റീവ് ആയി. അപ്പോൾ മോഡൽ വേർബ്സ് ആയിട്ട് സെമി മോഡൽ വേർബായിട്ട് ഡെയർ ഉപയോഗിക്കുമ്പോൾ ബെയർ ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിക്കേണ്ടത്. എക്സാമ്പിൾസ് നോക്കാം. ഐ ഡെയറിൻറ്റ് ഗോ ദർ. ഡെയറിൻറ്റ് എന്നാൽ ഡെയർ നോട്ട്. അവിടെ സെമി മോഡൽ വേർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗോ എന്നാണ്, ടു ഒന്നും ഇല്ല. സാധാരണ നമ്മൾ ഷുഡ് അല്ലെങ്കിൽ കുഡ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ സബ്ജക്റ്റ് ഏതാണ് എന്തായാലും ഒരു വ്യത്യാസവുമില്ല, ബേസ് ഫോം തന്നെയാണ് ഉപയോഗിക്കുന്നത് അല്ലേ? ഒരു വ്യത്യാസം അവിടെ വരുത്തേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഐ ഡെയറിൻറ്റ് ഗോ ദർ, ഡെയർ നോട്ട് എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് ഡെയറിൻറ്റ്. ഹൗ ഡെയർ യു ഗോ ദർ? ഹൗ ഡെയർ യു ഗോ ദർ? അതും അവിടെ സെമി മോഡൽ വേർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഒരേ മീനിങ് ഉള്ള സെൻറ്റൻസ് തന്നെ ഓർഡിനറി വേർബായിട്ട് ഡെയർ ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ സെമി മോഡൽ വേർബായിട്ട് ഡെയർ ഉപയോഗിക്കുന്നതും നോക്കാം. ഒരേ മീനിങ് വരുന്ന സെൻറ്റൻസസ്. നോ വൺ ഡെയർസ് ടു ഗോ ദർ. നോ വൺ ഡെയർസ് ടു ഗോ ദർ. അവിടെ ഡെയർസ് മെയിൻ വേർബ് ഓർഡിനറി വേർബ് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡെയർസ് എന്നാണ് അവിടെ മെയിൻ ആയിട്ടുള്ള വേർബ്. ഇനി അതെങ്ങനെ സെമി മോഡൽ വേർബ് ഉപയോഗിക്കും? നോ വൺ ഡെയർ ഗോ ദർ. നോ വൺ ഡെയർ ഗോ ദർ. നോ വൺ സിംഗുലർ സബ്ജക്റ്റാണ്, പക്ഷേ അതിനനുസരിച്ച് ഡെയർ മാറ്റേണ്ട കാര്യമില്ല. നമ്മൾ ഷുഡോ കുഡോ ഒക്കെ ആണെങ്കിൽ മാറ്റാറില്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നോ വൺ ഡെയർ ഗോ ദർ എന്ന് പറഞ്ഞാലും മീനിങ് ഒന്ന് തന്നെയാണ്. അവിടെ പോകാൻ ആരും ധൈര്യപ്പെടാറില്ല എന്ന് തന്നെയാണ്. അടുത്തത് ഡസ് എനിവൺ ഡെയർ ടു ഗോ ദർ? അവിടെ പോകാൻ ആരെങ്കിലും ധൈര്യപ്പെടാറുണ്ടോ എന്നാണ്. അവിടെ ഡെയർ ഉപയോഗിച്ചിരിക്കുന്നത് മെയിൻ വേർബായിട്ടാണ്. ഇനി ആ ഒരു സെയിം മീനിങ് ഉള്ള ഒരു സെൻറ്റൻസ് നമുക്ക് സെമി മോഡൽ വേർബായിട്ട് നോക്കാം. ഡെയർ സെമി മോഡൽ വേർബായിട്ട് എങ്ങനെ ഉപയോഗിക്കും? ഡെയർ എനിവൺ ഗോ ദർ. ഡെയർ എനിവൺ ഗോ ദർ. ഇവിടെ ഡെയർ സെമി മോഡൽ വേർബാണ്. അടുത്തത് ഡസൻറ്റ് ഹി ഡെയർ ടു ഗോ ദർ? ഡസൻറ്റ് ഹി ഡെയർ ടു ഗോ ദർ. അത് മെയിൻ വെർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവൻ അവിടെ പോകാൻ ധൈര്യപ്പെടാറില്ലേ? ഇനി നമുക്ക് ഡെയർ സെമി മോഡൽ വേർബായിട്ട് ഉപയോഗിക്കാം. ഡെയറിൻറ്റ് ഹി ഗോ ദർ? ഡെയറിൻറ്റ്, ഡെയർ നോട്ട്. ഡെയറിൻറ്റ് ഹി ഗോ ദർ സെയിം മീനിങ് തന്നെയാണ്. മനസ്സിലായില്ലേ? ഡെയറിൻറ്റ് ഹി ഗോ ദർ. സാധാരണ മിസ്റ്റേക്സ് വരുത്തുന്നത് സെമി മോഡൽ വേർബായിട്ട് ഡെയർ ഉപയോഗിക്കുമ്പോൾ ടു ഉപയോഗിക്കാൻ പാടില്ല എന്ന കാര്യം ഓർക്കാതെ ഉപയോഗിക്കും. അതാണ്. അപ്പോൾ സെമി മോഡൽ വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ ടു ഉപയോഗിക്കാൻ പാടില്ല. ഡെയർ ഇൻഫിനിറ്റീവ് ആണ് വേണ്ടത്. ഇപ്പോൾ ഡെയർ എന്നതിൻ്റെ ഒരു ഉപയോഗം മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കുക, തീർച്ചയായും മനസ്സിലാവും.